എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 Emperor energy, 6 of Cups, 2 of Pentacles, Judgment, 3 of Pentacles, 5 of Swords. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒരു രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢി, രാജകീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ നല്ല പുതിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. പുതിയ പുതിയ ഭക്ഷണം രുചിച്ചു നോക്കാനുള്ള ഒരു സാഹചര്യം, യാത്രകൾക്ക് പറ്റുന്ന സമയമാണ്. അതുപോലെ പുതിയ വസ്ത്രങ്ങൾ ഒക്കെ ലഭിക്കുന്നുണ്ടാവാം. അതേപോലെ ജീവിതത്തിൽ പൊതുവേ ഒരു ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്ന സമയം. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ടല്ല, അപ്പോൾ ആ ഒരു മാസത്തിൽ പെട്ടെന്ന് പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ വലിയ രീതിയിൽ ഇപ്പോൾ ഒരു വീട് മേടിക്കാൻ അല്ലെങ്കിൽ കാറ് മേടിക്കുക ആ ഒരു രീതിയിലല്ല. ഇപ്പോൾ നിങ്ങളൊരു വസ്ത്രം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ഷൂവോ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സമയം ആ ഒരു രീതിയിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട്, ഒരു പ്രത്യേക ബഹുമാനത്തോട് കൂടിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നു. നിങ്ങൾക്ക് തരേണ്ടുന്ന ആദരവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു തരത്തിലൊരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളിലുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ മാനസികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു തൃപ്തി കാണുന്നുണ്ട്. ഇപ്പോൾ ജോലിയിൽ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുകൂലമായിട്ടുള്ളൊരു അപ്രിസിയേഷൻ കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നതായിട്ടുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് കരിയറിൽ വളരെ സന്തുഷ്ടരായിരിക്കും പൊതുവെ. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് ജോലിയിൽ ഒരു ഉദ്യോഗ കയറ്റം, പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫറോട് കൂടിയിട്ട് പ്രൊമോഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില ആളുകൾ ഓൾറെഡി ജോലി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഈ ഒരു മാസം തുടക്കത്തിൽ തന്നെ മറ്റൊരിടത്തേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനും സൂചിപ്പിക്കുന്നു. 6 of Cups എനർജിയാണ്. പിന്നെ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ, അതായത് സ്കൂൾ കോളേജ് റീയൂണിയനോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളെ ബാല്യകാലം, അതായത് ബാല്യത്തിലേക്കൊരു തിരിച്ചുപോക്ക് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ താമസിച്ചിരുന്ന സ്ഥലം, ആ ഒരു പ്രദേശം, ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ എവിടെയാണോ താമസിച്ചിരുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയിട്ട് പിന്നീട് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലേക്ക് അവിടേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരുന്നതും ആ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി പോയിട്ട് നോക്കി കാണാനും ഒക്കെയുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്തിലേക്കൊരു തിരിച്ചുപോക്ക് എന്നുള്ളത്, അതായത് ഒരു നൊസ്റ്റാൾജി, ഒരു ഓർമ്മപ്പെടുത്തൽ, സന്തോഷമുള്ള ഓർമ്മകൾ, മെമ്മറീസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം തരുന്ന കാര്യം തന്നെ. അതേപോലെ നിങ്ങളുടെ സ്കൂളിലോ മറ്റോ പഴയ കാലത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടുക, പഴയ ഓർമ്മകളൊക്കെ പുതുക്കുക, ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്ന് തോന്നുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ ഏത് ലെവലിലേക്ക് എത്തി മാറി നിൽക്കുന്നു
എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ 2 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ, ജീവിതത്തിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഉയർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ല, ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ലാത്തൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അതിലൊരു ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു. അപ്പോൾ വേണ്ട എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം തോന്നുന്നുണ്ടെങ്കിൽ മറ്റ് വേണ്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് തന്നെ ആലോചിക്കുമ്പോൾ ഒരു തൃപ്തി തോന്നുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് സ്വയം നമ്മൾ പറയും നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമാകാത്ത സാഹചര്യങ്ങളും അങ്ങനെ ഒരു ചിന്ത, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമല്ല എന്നുള്ളൊരു ചിന്ത തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സെൽഫ് ലവ്, നിങ്ങളെ സ്വയം ഇഷ്ടപ്പെടാൻ നിങ്ങൾ തോന്നുകയാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആത്മവിശ്വാസക്കുറവൊന്ന് സ്വയം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ സെൽഫ് ലവ്, സ്വയം ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത്. സ്വയം ഇഷ്ടപ്പെടാൻ എന്ന് പറഞ്ഞാൽ സെൽഫിഷ്നെസ് ആണ് എന്നുള്ളൊരു ചിന്ത, അത് സ്വാർത്ഥതയാണ് സ്വയം ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി അതൊരിക്കലും ഒരു സ്വാർത്ഥതയല്ല, അതൊരു സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മറ്റാരെ ഉപദ്രവിക്കാതെ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ അത് സ്വാർത്ഥതയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റേ ആൾ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നിന്നു കൊടുക്കാതിരിക്കുന്നതും സ്വാർത്ഥതയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ മറ്റൊരാൾക്ക് വേദന വരുന്നുണ്ട്, അങ്ങനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പലതും ത്യജിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തരത്തിലൊരു നല്ല കാര്യമല്ല. കാരണം മറ്റൊരാൾ നിങ്ങളെ വേദനിപ്പിച്ചാലേ അവർക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിക്കുക. നിങ്ങളുടെ സന്തോഷത്തിന് അപ്പോൾ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, പല കാര്യങ്ങളും സ്വയം മനസ്സിലാക്കുന്ന സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർ മുതലെടുക്കുകയായിരുന്നു, ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, ജീവിതം ഇങ്ങനെയല്ല മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്നൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുന്ന സമയമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിലും, ചില ആളുകളുടെ പെരുമാറ്റത്തിലും മാറ്റം വരുന്നുണ്ട്. മറ്റുള്ളവരോടുള്ള സമീപനം, അവരോടുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ലൈഫ് ലോങ് എന്തിൽ നിന്നാണോ അല്ലെങ്കിൽ എന്തിൽ നിന്നാണോ നിങ്ങൾ മാറി നിന്നിട്ടുള്ളത്, ശരിയായ അർത്ഥത്തിൽ അതിൽ നിന്നല്ല നിങ്ങൾ മാറി നിൽക്കേണ്ടിയിരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. കാരണം പലപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള പല ആളുകൾ പറയുന്നത് കേട്ടിട്ടാണ്. പക്ഷെ അവർ പറയുന്നത് അവരുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ്, അതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകുന്ന സമയമാണ്. ടീം വർക്കാണ്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ കൂടെ നിൽക്കുന്നവരൊക്കെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നു. ടീം വർക്കിലൂടെ ഒത്തിരി കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് പറ്റുന്നു. പ്രണയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സൗഹൃദങ്ങളും പ്രണയങ്ങളും ഒക്കെ, പ്രണയങ്ങൾ എന്ന് പറയുമ്പോൾ ഇഷ്ടങ്ങൾ, അതായത് ഒരു വ്യക്തിയോടുള്ളൊരു പ്രണയമല്ല, നിങ്ങൾക്ക് യാത്രയോട് പ്രണയമാണ് അല്ലെങ്കിൽ കവിതയോട് പ്രണയമാണെന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഒരു സംഘടനയോ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടിട്ട് അതിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അത് നേടാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ പാഷനെ നിങ്ങളുടെ കരിയറായിട്ട് മാറ്റാനും ചില ആളുകളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ട്. പിന്നെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാം. വേണ്ടാത്ത കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കുക, നിങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു 20 വർഷം കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചിട്ട് അതും വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നതിനേക്കാൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് ലൈഫിൽ വന്നാൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ജീവിതം മുന്നോട്ടേക്കാണ് പോകുന്നത്. അതിൽ പല പല സന്തോഷങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവും. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. അല്ലാതെ അനാവശ്യ ടെൻഷൻ അടിച്ച്
പ്രഷർ കൂട്ടുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരു ഉറക്കമില്ലായ്മ ഇതൊക്കെ വരുത്തി വെക്കാതിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.